Hello dear students, welcome back to ISKSA English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ആണ്. അതായത് ഏതെല്ലാം രീതിയിൽ നമുക്ക് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഇതിന്റെ പ്രായോഗികമായിട്ടുള്ള ഉപയോഗങ്ങൾ. നമുക്കറിയാം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏകദേശം റേഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങിനെ കുറിച്ച് വരെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ പ്രായോഗികമായിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ ചോദ്യം അതാണ്. നേരെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഓഫ് റേഡിയോ, റേഡിയോയുടെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ്. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നോക്കിക്കോളൂ. The early years of radio transmission is marked by experimentation and innovation. അതായത് റേഡിയോ ട്രാൻസ്മിഷന്റെ, അതായത് റേഡിയോ വേവ്സ്, ഈ റേഡിയോ വേവ്സിന്റെ ട്രാൻസ്മിഷൻ കണ്ടെത്തിയതിന്റെ ആദ്യ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റേഷന്റെയും അതുപോലെ തന്നെ ഇന്നോവേഷൻ, പരീക്ഷണങ്ങളും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക, ഇവയുടെയൊക്കെ ഒരു ഘട്ടമായിരുന്നു ആദ്യ വർഷങ്ങൾ. ഇൻവെന്റേഴ്സ് ആൻഡ് സയന്റിസ്റ്റ്സ് വർക്ക്ഡ് ടു ഡെവലപ്പ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഓഫ് ദിസ് ന്യൂ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ ഈ പുതിയ ഫോം, അതായത് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ടെക്നോളജി, ഈ ടെക്നോളജിയുടെ പുതിയ അപ്ലിക്കേഷൻസ്, ഇതിന്റെ ഉപയോഗങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇൻവെന്റേഴ്സും സയന്റിസ്റ്റുകളും വളരെയധികം വർക്ക് ചെയ്തു. ഇനി ഏതൊക്കെ മേഖലയിലാണ് ഇത് അപ്ലൈ ചെയ്തത്? ഡ്യൂറിംഗ് വേൾഡ് വാർ ഫസ്റ്റ്, അതായത് ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് റേഡിയോ ടെക്നോളജി വാസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഫോർ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ. അതായത് ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് മിലിറ്ററി കമ്മ്യൂണിക്കേഷന് വേണ്ടി, സൈനികമായിട്ടുള്ള ആശയവിനിമയത്തിനു വേണ്ടി വളരെ വ്യാപകമായിട്ട് ഈ ടെക്നോളജി ഉപയോഗിച്ചു. ദ ഡെവലപ്മെന്റ് ഓഫ് റേഡിയോ ടെക്നോളജി അലൗഡ് ഫോർ മോർ എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സോൾജേഴ്സ് ഓൺ ദി ഗ്രൗണ്ട് ആൻഡ് ബിറ്റ്വീൻ ഷിപ്സ് അറ്റ് സീ. അതായത് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് കരയിലുള്ള പട്ടാളക്കാരും അതുപോലെ തന്നെ സമുദ്രത്തിലുള്ള, കടലിലുള്ള പട്ടാളക്കാരും തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി റേഡിയോ ടെക്നോളജി വളരെയധികം ഫലപ്രദമായിട്ട്, വളരെയധികം എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിച്ചു. റേഡിയോ ടെക്നോളജി ആൾസോ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡെവലപ്പിംഗ് ഏരിയൽ വാർഫെയർ. അതായത് ഏരിയൽ വാർഫെയർ ഉണ്ടല്ലോ, അതായത് വ്യോമ സേനയുടെ യുദ്ധം, അതായത് ആകാശത്തിലൂടെയുള്ള യുദ്ധം. അപ്പൊ അതുമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു പുരോഗതിക്ക്, അല്ലെങ്കിൽ ആ ഒരു യുദ്ധത്തിൽ വളരെയധികം പുരോഗതി കൈവരിക്കുന്നതിൽ വലിയ പങ്ക് റേഡിയോ ടെക്നോളജി വഹിച്ചിട്ടുണ്ട്. റേഡിയോ ടെക്നോളജി ഓൾസോ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡെവലപ്പിംഗ് ഏരിയൽ വാർഫെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വായുവിലൂടെ, ആകാശത്തു കൂടി ഉള്ള യുദ്ധം. അപ്പൊ അത്തരത്തിലുള്ള യുദ്ധം, ആ ഒരു മേഖലയിലെ പുരോഗതിക്ക് റേഡിയോ ടെക്നോളജി വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എങ്ങനെ? ആസ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്ലെയിൻസ് അലൗഡ് ഫോർ മോർ കോർഡിനേറ്റഡ് അറ്റാക്സ്. അതായത് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ പറഞ്ഞു ഏരിയൽ വാർഫെയർ എന്ന് പറയുമ്പോൾ കാര്യമായിട്ടും അതിൽ ഉപയോഗിക്കുന്നത് പ്ലെയിനുകളാണ്. കാരണം അവിടെ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത് ഷിപ്പല്ലല്ലോ, അല്ലെങ്കിൽ മറ്റു ട്രക്കൊന്നും അല്ല. അവിടെ ഉപയോഗിക്കുന്നത് എന്താണ്? പ്ലെയിനുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് മിസൈലുകൾ വർഷിക്കുന്നതിനും ബോംബിടുന്നതിനും എല്ലാം ബോംബർ വിമാനങ്ങൾ മറ്റാണ് ഉപയോഗിക്കാം. അപ്പൊ ഇത്തരത്തില് ആക്രമണങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് ഒരേ സമയം ഒരുമിച്ച് ആക്രമണങ്ങൾ അഴിച്ചുവിടുക. അപ്പൊ ഇത്തരത്തില് അറ്റാക്സ് കോർഡിനേറ്റ് ചെയ്യുന്നതിന് റേഡിയോ ടെക്നോളജി ഏരിയൽ വാർഫെയറിൽ വളരെയധികം സഹായകമായിട്ടുണ്ട്. ആഫ്റ്റർ ദ വാർ, യുദ്ധാനന്തരം, യുദ്ധശേഷം
റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് became a popular form of entertainment and information. യുദ്ധാനന്തരം, ഒന്നാം ലോക മഹായുദ്ധാനന്തരം റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ആസ്വാദനത്തിന്റെയും ഇൻഫോർമേഷന്റെയും ഒരു വലിയ സോഴ്സ് ആയിട്ട് മാറുകയുണ്ടായി. ഇൻ അമേരിക്ക ദ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ റേഡിയോ സ്റ്റേഷൻ, അമേരിക്കയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ റേഡിയോ സ്റ്റേഷൻ KDKA started broadcasting in Petersburg in 1920. 1920 പീറ്റേഴ്സ്ബർഗിലാണ് അമേരിക്കയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ റേഡിയോ സ്റ്റേഷൻ KDKA ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങിയത്. 1920 ആദ്യത്തെ കൊമേഴ്ഷ്യൽ റേഡിയോ സ്റ്റേഷൻ പീറ്റേഴ്സ്ബർഗിൽ സ്റ്റാർട്ട് ചെയ്തു ബ്രോഡ്കാസ്റ്റിംഗ്. അധികം വൈകാതെ റേഡിയോ സ്റ്റേഷൻസ് were broadcasting news, music and other programs to millions of listeners. അധികം വൈകാതെ തന്നെ അമേരിക്കയിൽ റേഡിയോ സ്റ്റേഷനുകൾ അവിടുത്തെ നാട്ടുകാരായിട്ടുള്ള മില്യൺ കണക്കിന് ആളുകൾക്ക് ന്യൂസും അതുപോലെ തന്നെ മ്യൂസിക്കും മറ്റു പല വിനോദ പരിപാടികളും ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്തു തുടങ്ങി. യൂറോപ്പിൽ ദ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ, അതായത് യൂറോപ്പില് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ, എന്താ പേര്? ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനം സ്റ്റാർട്ടഡ് ബ്രോഡ്കാസ്റ്റിംഗ് പ്രോഗ്രാംസ് ടു ലിസണേഴ്സ് അക്രോസ് യുണൈറ്റഡ് കിങ്ഡം ഇൻ 1930. യൂറോപ്പില് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ, അതായത് BBC, വളരെ ഫേമസ് ആയിട്ട് BBC നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ യൂറോപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്രോഗ്രാംസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് 1930 യുണൈറ്റഡ് കിങ്ഡത്തിൽ മൊത്തമായിട്ട് 1930 പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യാൻ, പ്രോഗ്രാംസ് ബ്രോഡ്കാസ്റ്റിംഗ് BBC തുടങ്ങി. Radio was critical in disseminating war propaganda during 1930s and 1940s, particularly World War II. അതായത് റേഡിയോ വാസ് ക്രിട്ടിക്കൽ ഇൻ ഡിസമിനേറ്റിംഗ് വാർ പ്രോപ്പഗണ്ട, യുദ്ധവുമായി ബന്ധപ്പെട്ട അജണ്ടകള്, യുദ്ധവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങള്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കാര്യങ്ങളും ഡിസമിനേറ്റ് ചെയ്യുന്നതിൽ, ആളുകൾക്കിടയിൽ എത്തിക്കുന്നതിൽ റേഡിയോ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അതും ഡ്യൂറിങ് 1930s ആൻഡ് 1940s, 1930 1940 കാലഘട്ടങ്ങളിൽ. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ വേൾഡ് വാർ സെക്കൻഡ്, രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ. ഇപ്പൊ 1930s എന്ന് പറയുമ്പോൾ 1930സിലും അതുപോലെ തന്നെ 1940സിലും നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടം, ആ ഒരു കാലഘട്ടത്തിൽ വാറുമായി ബന്ധപ്പെട്ട പ്രോപ്പഗണ്ട, അതായത് വാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തീരുമാനങ്ങളും മറ്റു അജണ്ടകളും കാര്യങ്ങളും ആളുകളിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് റേഡിയോസിന് ഉണ്ടായിരുന്നു. ക്രിട്ടിക്കൽ, വളരെ നിർണായകമായ പങ്ക് റേഡിയോസ് വഹിച്ചിട്ടുണ്ട്. Governments worldwide recognize the power of radio as a tool for influencing public opinion and use it extensively to shape the narrative of the war. അതായത് ലോകമാകെ അല്ലെങ്കിൽ ആഗോള തലത്തിൽ തന്നെ പല രാജ്യങ്ങളിലും ഒരു മാധ്യമം എന്ന നിലയ്ക്ക് റേഡിയോയുടെ പവർ പല ഗവൺമെന്റ്സും മനസ്സിലാക്കിയിരുന്നു. Governments worldwide recognized the power of radio as a tool for influencing public opinion. പൊതു അഭിപ്രായത്തെ, പബ്ലിക് ഒപ്പീനിയനെ സ്വാധീനിക്കുന്നതിൽ വളരെ ശക്തമായ ടൂൾ എന്ന നിലയ്ക്ക്, പൊതുജനങ്ങളെ സ്വാധീനിക്കുന്നതിൽ ഒരു ശക്തമായ ടൂൾ എന്ന നിലയ്ക്കുള്ള റേഡിയോയുടെ പവർ
പല രാജ്യങ്ങളിലും ഗവൺമെന്റ്സ് മനസ്സിലാക്കിയിരുന്നു. ആൻഡ് യൂസ്ഡ് ഇറ്റ് എക്സ്റ്റെൻസീവ്ലി ടു ഷേപ്പ് നറേറ്റീവ് ഓഫ് ദ വാർ. യുദ്ധത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ റേഡിയോ പലപ്പോഴും ഉപയോഗിച്ചിരുന്നു. ആൻഡ് പ്രൊമോട്ട് ദയർ ഇൻട്രസ്റ്റ്. അപ്പം എന്താ പറയുന്നത്, യുദ്ധത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഷേപ്പ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ താല്പര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിനും പലപ്പോഴും റേഡിയോസ് ഉപയോഗിച്ചിരുന്നു. ഇൻ ജർമ്മനിയിൽ ദ നാസി പാർട്ടി യൂസ്ഡ് റേഡിയോ എക്സ്റ്റെൻസീവ്ലി. വളരെ വൈഡായിട്ട് അല്ലെങ്കിൽ വളരെ വ്യാപകമായിട്ട് ജർമ്മനിയിൽ നാസി പാർട്ടി യൂസ്ഡ് റേഡിയോ എക്സ്റ്റെൻസീവ്ലി ആസ് എ പ്രോപ്പഗണ്ട ടൂൾ ടു പ്രൊമോട്ട് ഇറ്റ്സ് ഐഡിയോളജി. നാസി പാർട്ടിയുടെ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ശക്തമായിട്ടുള്ള ഒരു ആയുധമായിട്ട്, ഒരു ടൂളായിട്ട് റേഡിയോയെ ഉപയോഗിച്ചിരുന്നു. നാസി പാർട്ടി യൂസ്ഡ് റേഡിയോ എക്സ്റ്റെൻസീവ്ലി ആസ് എ പ്രോപ്പഗണ്ട ടൂൾ. അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ടൂളായിട്ട് ടു പ്രൊമോട്ട് ഇറ്റ്സ് ഐഡിയോളജി ആൻഡ് ഡിമോണൈസ് ഇറ്റ്സ് എനിമീസ്. അപ്പം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിമീസിനെ, അതായത് ശത്രുക്കളെ തകർക്കുന്നതിനും അല്ലെങ്കിൽ അവരുടെ വീര്യം നശിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ തങ്ങളുടെ ആശയങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതിനും വളരെ ശക്തമായിട്ട് വളരെ വ്യാപകമായിട്ട് റേഡിയോസ് ഉപയോഗിച്ചിരുന്നു. ദ പാർട്ടി ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇറ്റ്സ് റേഡിയോ നെറ്റ്വർക്ക്. അതായത് നാസി പാർട്ടി അതിൻ്റെ റേഡിയോ നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതായത് ആ നെറ്റ്വർക്കിൻ്റെ പേരാണ് ദ റീക്സ് റൂൺ ഫങ്ക് ഗേസൽ ഷാഫ്റ്റ്. അപ്പം എന്താണ് ആ ഒരു നെറ്റ്വർക്കിൻ്റെ പേര്? ദ റീക്സ് റൂൺ ഫോങ്ക് ഗേസൽ ഷാഫ്റ്റ്. ഇതിൻ്റെ ഷോർട്ടാക്കിയിട്ട് RRG എന്ന് പറയുന്ന ഈ ഒരു റേഡിയോ നെറ്റ്വർക്ക് നാസി പാർട്ടി എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റേഡിയോ വാസ് യൂസ്ഡ് ടു പ്രൊമോട്ട് പാട്രിയോട്ടിക് സെന്റിമെന്റ്സ്. അതായത് അമേരിക്കയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പാട്രിയോട്ടിക് സെന്റിമെന്റ്സ്, ദേശവികാരങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി റേഡിയോ ഉപയോഗിച്ചു. ആൻഡ് സപ്പോർട്ട് ഫോർ ദി വാർ എഫോർട്ട്. അതുപോലെ തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവയുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടും റേഡിയോ ഉപയോഗിച്ചു. ദ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്ഡ് ദ ഓഫീസ് ഓഫ് വാർ ഇൻഫോർമേഷൻ. ഗവൺമെന്റ് ദ ഓഫീസ് ഓഫ് വാർ ഇൻഫോർമേഷൻ ഇൻ 1942 1942 ദ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്ഡ് ദ ഓഫീസ് ഓഫ് വാർ ഇൻഫോർമേഷൻ. ദ ഓഫീസ് ഓഫ് വാർ ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം 1942 ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഷോർട്ടാണ് OWI, ഓഫീസ് ഓഫ് വാർ ഇൻഫോർമേഷൻ. എന്തിനു വേണ്ടിയിട്ടാ? ടു കോർഡിനേറ്റ് ഇറ്റ്സ് പ്രോപ്പഗണ്ട എഫേർട്സ്. അതായത് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രോപ്പഗണ്ട എഫേർട്ടുകൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ടു കോർഡിനേറ്റ്സ് ഇറ്റ്സ് പ്രോപ്പഗണ്ട വാർ എഫേർട്സ്. അതുപോലെ തന്നെ റേഡിയോ ബ്രോഡ്കാസ്റ്റ്, ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ദ ഓഫീസ് ഓഫ് വാർ ഇൻഫോർമേഷൻ, ഷോർട്ടായിട്ട് OWI 1942 ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ഓഫീസ് ഓഫ് വാർ ഇൻഫോർമേഷൻ പ്രോഗ്രാംസ് വാസ് വാർ ഓഫ് ദി വേൾഡ്സ്. അതായത് ഈ ദ ഓഫീസ് ഓഫ് വാർ ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളിൽ ഒരു പ്രോഗ്രാമാണ് ഇത് വാർ ഓഫ് ദ വേൾഡ്സ്. വാർ ഓഫ് ദ വേൾഡ്സ്. ഈ വാർ ഓഫ് ദ വേൾഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സ്പീച്ചസ് ബൈ പ്രോമിനന്റ് ഫിഗേഴ്സ്. വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളിലെ പ്രോമിനന്റ് ആയിട്ടുള്ള പ്രാധാന്യമുള്ള നേതാക്കന്മാർ, ആരെ പോലെ? ആസ് വിൻസ്റ്റൺ ചർച്ചിൽ, അതുപോലെ തന്നെ
ആൻഡ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. അതായത് നമുക്കറിയാം വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആയിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിൽ, അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, ഇതുപോലുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള ഫിഗേഴ്സ്, വ്യക്തികൾ, ഇവരുടെ പ്രസംഗങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ എന്തിന്റെ ഭാഗമായിരുന്നു? ദ ഓഫീസ് ഓഫ് വാർ ഇൻഫോർമേഷൻ. അപ്പൊ അവരുടെ ആവശ്യം എന്താണ് അവർ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ടു കോർഡിനേറ്റ്സ് എൽസ് പ്രോപ്പഗണ്ട എഫേർട്ട്. അതായത് യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രോപ്പഗണ്ട കോർഡിനേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ റേഡിയോ ബ്രോഡ്കാസ്റ്റ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു രീതികൾ. The British government also recognized the power of radio as a propaganda tool and established, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റും ഒരു പ്രോപ്പഗണ്ട ടൂൾ എന്ന നിലയ്ക്ക് ആളുകൾക്കിടയിൽ ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിനുള്ള ശക്തമായിട്ടുള്ള ഒരു ടൂൾ എന്ന നിലയ്ക്ക് റേഡിയോയുടെ പവർ ബ്രിട്ടീഷ് ഗവൺമെന്റ് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ദ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെന്റ് ദ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻസ് സ്ഥാപിച്ചു. ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ദ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻസ് യൂറോപ്യൻ സർവീസ് ടു ഓക്യുപ്പൈഡ് യൂറോപ്പ്. അപ്പൊ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് യൂറോപ്പില് ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ദ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻസ് സ്ഥാപിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? കോർപ്പറേഷൻസ് യൂറോപ്യൻ സർവീസ് ടു ഓക്യുപ്പൈഡ് യൂറോപ്പ്. അതായത് ആ സമയത്ത് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടന്റെ കീഴിലുള്ള ഭാഗങ്ങൾ, ആ ഭാഗങ്ങളിലേക്ക് വിവരങ്ങളും കാര്യങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട ന്യൂസ് മറ്റു കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ദ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻസ് സ്ഥാപിച്ചു. ദ സർവീസ് ബ്രോഡ്കാസ്റ്റ് വേരിയസ് പ്രോഗ്രാംസ്. ഈ ഒരു സർവീസിന്റെ പേരെന്താ? ദ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻസ് എന്ന് പറയുന്ന സർവീസ് വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ, അതും ഇൻ ഡിഫറെന്റ് ലാംഗ്വേജസ്, വ്യത്യസ്ത ഭാഷകളിലെ വ്യത്യസ്ത പ്രോഗ്രാമുകൾ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് ന്യൂസ് ബുള്ളറ്റിൻസ്, മ്യൂസിക്, അതുപോലെ തന്നെ ആൻഡ് കൾച്ചറൽ പ്രോഗ്രാംസ്, വ്യത്യസ്തമായ സാംസ്കാരിക പരിപാടികൾ, ടു ഹെൽപ്പ് മെയിൻറ്റെയിൻ മൊറൈൽ എമംഗ് ദി ഒക്യുപ്പൈഡ് പോപ്പുലേഷൻസ്. അതായത് യൂറോപ്പിന്റെ കീഴിൽ വരുന്ന ജനങ്ങൾ, ആ ജനങ്ങളുടെ അവർക്കിടയിലെ അവരുടെ മാനസികമായിട്ടുള്ള ധൈര്യം, മാനസികാവസ്ഥയെ പ്രൊമോട്ട് ചെയ്യുന്നതിന്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ, ന്യൂസ് ബുള്ളറ്റിൻസ്, മ്യൂസിക്, കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ദ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപിച്ച സർവീസ് എന്ത് ചെയ്തു? യൂറോപ്പിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തു. ആൻഡ് പ്രൊമോട്ട് റെസിസ്റ്റന്റ് അഗെയിൻസ്റ്റ് ദി ഒക്യുപ്പൈങ് ഫോഴ്സസ്. അതുപോലെ തന്നെ യൂറോപ്പിൽ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള ഫോഴ്സുകൾ, മറ്റു രാജ്യങ്ങളുടെ സൈനികര്, അവരെ റെസിസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രചോദനവും ആളുകൾക്ക് നൽകി. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, ഇത്രയാണ് എന്ത് റേഡിയോയുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ്. ഇത് നമ്മൾ അടുത്തൊരു ടെക്നോളജിയുടെ പേരാണ്, അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ടെക്നോളജി, ഷോർട്ടായിട്ട് AM എന്ന് പറയും. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ടെക്നോളജി, AM എന്താ നോക്കാം. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ടെക്നോളജി വാസ് കോമൺലി യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ഓഡിയോ സിഗ്നൽസ് ഓവർ റേഡിയോ വേവ്സ്. ഈ റേഡിയോ വേവ്സ് ഉണ്ടല്ലോ, ഈ റേഡിയോ വേവ്സിന്റെ കൂടെ തന്നെ ഓഡിയോ, അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ടെക്നോളജി വാസ് യൂസ്ഡ്
ടു ട്രാൻസ്മിറ്റ് ഓഡിയോ സിഗ്നൽസ്. അതായത് റേഡിയോ വേവ്സ് ഉണ്ടല്ലോ, ആ റേഡിയോ വേവ്സിന്റെ കൂടെ ഓഡിയോ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ഓഡിയോ സിഗ്നൽസ് ഓവർ റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സിന് മുകളിലായിട്ട് ഓഡിയോ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ സിഗ്നലിന്റെ സ്ട്രെങ്ത്തിൽ ചെറിയ മാറ്റം വരുത്തേണ്ടി വരും. അങ്ങനെ മാറ്റം വരുത്തിയിട്ട് റേഡിയോ വേവ്സിന്റെ മുകളിലായിട്ട് എന്ത് ചെയ്യുക, മുൻപിലായിട്ട് ഓഡിയോ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇറ്റ് ഈസ് എ വേ ഓഫ് ആഡിങ് സൗണ്ട് ഓർ ഇൻഫോർമേഷൻ ടു റേഡിയോ സിഗ്നൽ ബൈ ചേഞ്ചിങ് ദി ആംപ്ലിറ്റ്യൂഡ് ഓർ സ്ട്രെങ്ത് ഓഫ് ദി സിഗ്നൽ. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നലിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തിട്ട് റേഡിയോ സിഗ്നലിന്റെ കൂടെ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ സൗണ്ട് ആഡ് ചെയ്യുന്ന രീതിയാണ്. ആഡിങ് സൗണ്ട് ഓർ ഇൻഫോർമേഷൻ ടു എ റേഡിയോ സിഗ്നൽ ബൈ ചേഞ്ചിങ് ദി ആംപ്ലിറ്റ്യൂഡ് ഓർ സ്ട്രെങ്ത് ഓഫ് ദി റേഡിയോ സിഗ്നൽ. വൺ ഓഫ് ദി മെയിൻ അഡ്വാൻറ്റേജസ് ഈസ് ദാറ്റ്, ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ആസ് ഇറ്റ് റിക്വയേഴ്സ് ഓൺലി എ സിമ്പിൾ മോഡുലേഷൻ സർക്യൂട്ട് ടു പ്രൊഡ്യൂസ് മോഡുലേറ്റഡ് സിഗ്നൽസ്. അതായത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡുലേറ്റഡ് സിഗ്നൽ വേണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രെങ്ത്തിൽ ചേഞ്ച് വരുത്തിയ ഒരു സിഗ്നൽ വേണം. അത്തരം ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ലളിതമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡുലേഷൻ സർക്യൂട്ട് മാത്രമാണ് ഇവിടെ ആവശ്യമുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യം ഒരു മോഡുലേഷൻ സർക്യൂട്ട് മാത്രമാണ് ഇവിടെ ആവശ്യമുള്ളത്. അതാണ് ഇതിന്റെ ഒരു സവിശേഷത. ഇനി വൺ ഓഫ് ദി മെയിൻ ഡ്രോബാക്സ് ഈസ് ദാറ്റ്, ഇതിന്റെ പോരായ്മകളിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഇറ്റ് ഈസ് സസെപ്റ്റിബിൾ ടു ഇന്റർഫിയറൻസ് ഫ്രം അതർ റേഡിയോ സിഗ്നൽസ്. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ള റേഡിയോ സിഗ്നലുകൾ. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു എന്താന്ന് വെച്ചാൽ സ്ട്രെങ്ത്തിൽ മാറ്റം വരുത്താണ്. അപ്പൊ ഇവിടെ മറ്റുള്ള റേഡിയോ സിഗ്നലുകളുടെ ഇടപെടൽ പെട്ടെന്ന് നടക്കും, അല്ലെങ്കിൽ മറ്റുള്ള റേഡിയോ സിഗ്നലുകളുടെ തടസ്സം പെട്ടെന്ന് സാധ്യമാണ്. സസെപ്റ്റിബിൾ എന്ന് പറഞ്ഞാൽ വളരെയധികം സാധ്യതയുണ്ട്. എന്തിന്? ടു ഇന്റർഫറൻസ് ഫ്രം അതർ റേഡിയോ സിഗ്നൽസ്. മറ്റു റേഡിയോ സിഗ്നൽസിന്റെ ഒരു തടസ്സം വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാണ്. പിന്നെ ഇറ്റ് ഈസ് നോട്ട് വെരി എഫിഷ്യന്റ് ആസ് ഇറ്റ് റിക്വയേഴ്സ് എ ലോട്ട് ഓഫ് പവർ ടു ട്രാൻസ്മിറ്റ് സിഗ്നൽസ് ഓവർ ലോങ് ഡിസ്റ്റൻസസ്. ഇതിന്റെ മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസിലേക്ക് സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരുപാട് പവർ ആവശ്യമായിട്ട് വരും. എ ലോട്ട് ഓഫ് പവർ, ഒരുപാട് പവർ വേണം. എന്നാൽ മാത്രമേ ലോങ് ഡിസ്റ്റൻസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇത്രയാണ് റേഡിയോയുടെ ഇവല്യൂഷനുമായി ബന്ധപ്പെട്ടത്. ഇത് നമ്മളെ മൂന്നാമത്തെ യൂണിറ്റ് വരുന്നത് ദ എവല്യൂഷൻ ഓഫ് ടെലികാസ്റ്റിംഗ് എന്നുള്ളതാണ് മൂന്നാമത്തെ ചാപ്റ്റർ. അപ്പൊ നമുക്കിതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആണ്. എങ്ങനെയാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ഉണ്ടാവുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം എന്താ. The origin of still photography can be traced back to ancient China and Greece. അതായത് സ്റ്റിൽ ഫോട്ടോഗ്രാഫിയുടെ ചരിത്രം നമ്മൾ തെരഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തുടക്കം നമുക്ക് പുരാതന ചൈനയിലും ഗ്രീസിലും നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. അവ പുരാതന ചൈനയിൽ നിന്നും ഗ്രീസിൽ നിന്നുമാണ് ഏതിൻ്റെ തുടക്കം, സ്റ്റിൽ ഫോട്ടോഗ്രാഫിയുടെ തുടക്കം. ഇനി ഇൻ ചൈനയിലെ the first known attempt was at capturing an image. ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു രൂപം ക്യാപ്ചർ ചെയ്യാൻ, അതായത് ഒരു രൂപത്തെ ഒരു ഫിലിമിലോട്ട് അല്ലെങ്കിൽ ഒരു രൂപത്തെ ക്യാപ്ചർ ചെയ്യാൻ, പിടിച്ചെടുക്കാനുള്ള ആദ്യ ശ്രമം ചൈനയിൽ നടന്നത് മെയ്ഡ് ഇൻ 4th century BC 4ാം നൂറ്റാണ്ടിൽ. അതും നടത്തിയത് ബൈ ദ ഫിലോസഫർ മൊഴി എന്ന് പറയുന്ന ചൈനീസ് ഫിലോസഫർ ആണത് നടത്തിയത്. ഈ ഒരു ശ്രമത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത്
ഹി യൂസ്ഡ് പിൻ ഹോൾ ക്യാമറ. അതായത് മുൻപത്തേക്ക് എന്നത്തെ ലെൻസ് ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ മോഡൽ ക്യാമറ, അതായത് സൂര്യഗ്രഹണം അതൊക്കെ വീക്ഷിക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ക്യാമറയാണ് പിൻ ഹോൾ ക്യാമറ. ഒരു വശത്ത് ഒരു ഹോളൊക്കെ ഉണ്ടാവും. അപ്പൊ ഹി യൂസ്ഡ് പിൻ ഹോൾ ക്യാമറ ടു പ്രൊജക്റ്റ് ആൻ ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ തല കീഴായിട്ടുള്ളൊരു ചിത്രത്തെ പ്രൊജക്റ്റ് ചെയ്യണം. എങ്ങോട്ട്? ടു പ്രൊജക്റ്റ് ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് ദ ഔട്ട്സൈഡ് വേൾഡ് ഓൺ ടു എ സ്ക്രീൻ. ലോകത്തിന്റെ ഒരു തല തിരിഞ്ഞ ഇമാജിനെ, ചിത്രത്തെ ഒരു സ്ക്രീനിലോട്ട് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കാം. അതിനുവേണ്ടി അദ്ദേഹം ഒരു പിൻഹോൾ ക്യാമറ ഉപയോഗിച്ചു. അങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹം BC 4-ാം നൂറ്റാണ്ടിലാണ് മൊഴി എന്ന് പറയുന്ന ചൈനീസ് ഫിലോസഫറിന്റെ അറ്റംപ്റ്റ് ചൈനയിൽ നടന്നത്. എന്നാൽ ദ ആൻഷ്യന്റ് ഗ്രീക്സ് ഓൾസോ എക്സ്പെരിമെന്റഡ് വിത്ത് പിൻഹോൾ ക്യാമറാസ്. എന്നാൽ പുരാതന ഗ്രീക്കുകാരും പിൻഹോൾ ക്യാമറകൾ വെച്ചുള്ള പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഇത് നമുക്ക് ഗ്രീക്ക് ചിന്തകനായിട്ടുള്ള അരിസ്റ്റോട്ടിലിന്റെ വർക്കുകളിൽ ഇതിനെക്കുറിച്ചുള്ള പിൻഹോൾ ക്യാമറ ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ അരിസ്റ്റോട്ടിലിന്റെ വർക്കുകളിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് 3rd യൂണിറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കാണുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.